കാസർഗോഡ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകന്റെ മർദ്ദനമേറ്റ് വിദ്യാർത്ഥിയുടെ കർണപുടം തകർന്നിരിക്കുന്നു. 10ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. ഹെഡ് മാസ്റ്ററാണ് മർദ്ദിച്ചതെന്നാണ് പരാതി വരുന്നത്. സാരംഗ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. സാരംഗ്, എന്താണ് സംഭവിച്ചത്? അധ്യാപകന്റെ ഭാഗത്തുനിന്നുള്ള മർദ്ദനം അത് എങ്ങനെയാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കളും കുട്ടിയുടെയൊക്കെ വിവരിക്കുന്നത്? സാരംഗ്. പ്രജീഷ്, ഈ കഴിഞ്ഞ ദിവസമാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിനവ് കൃഷ്ണയ്ക്ക് കാസർഗോഡ് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അഭിനവ് കൃഷ്ണയെ സ്കൂളിലെ ഹെഡ് മാസ്റ്ററായ അശോകൻ മർദ്ദിച്ചു എന്നാണ് കുട്ടിയുടെ പരാതി. അസംബ്ലിക്കിടയിൽ കാൽകൊണ്ട് ചരൽ നീക്കിയതാണ് അധ്യാപകനെ പ്രകോപിപ്പിച്ചത്. അതേ തുടർന്ന് അസംബ്ലി കഴിഞ്ഞത് തൊട്ടു പിന്നാലെ തന്നെ കുട്ടിയെ അധ്യാപകൻ മർദ്ദിക്കുകയായിരുന്നു. എന്നാൽ അധ്യാപകൻ ഇതിന് നൽകുന്ന വിശദീകരണം യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും കുട്ടി ഒതുങ്ങി നിൽക്കാത്തതിനാൽ ആണ് അടിക്കേണ്ടി വന്നതെന്നതുമാണ്. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തു വരേണ്ടതായുണ്ട്. ഇനി കുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തേണ്ടതായുണ്ട്. കുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിനും അതോടൊപ്പം തന്നെ ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രജീഷ്, സാരംഗ്, നിസ്സാര കാര്യമല്ല ഈ കർണത്താണ് അടിക്കുന്നത്. അത് അത്രമേൽ ആഘാതമേറ്റതുകൊണ്ടായിരിക്കും കർണപടം തകരുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുമ്പോൾ അധ്യാപകന്റെ രീതി സംബന്ധിച്ച് മാത്രമല്ല, നിസ്സാരമായിട്ടാണോ അധ്യാപകൻ ഈ സംഭവത്തോട് പ്രതികരിക്കുന്നത്? പ്രശ്നമൊന്നും ഇല്ല എന്ന് ഒരു പ്രതികരണം കൂടി വരുന്നതായി മനസ്സിലാക്കുന്നുണ്ട്. എന്താണ് ഇനി കൂടുതലായി കാര്യങ്ങൾ? നടപടികളിലേക്കൊക്കെ കൂടുതലായി പോകണം, പരിശോധനകൾ നടത്തണം, ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെയുള്ള കാര്യങ്ങൾ കൂടി വിശദമായി പരിശോധിക്കണം. അതെ പ്രതീക്ഷ, ഇപ്പോൾ കുട്ടി ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. പോലീസിൽ ഇപ്പോൾ കുട്ടിയുടെ മാതാപിതാക്കൾ പരാതി നൽകിയിരിക്കുന്നു. ബാലാവകാശ കമ്മീഷനും പരാതി നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ ഈ ആരോപണ വിധേയനായ അധ്യാപകന് നേരെ നടപടി എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. പ്രജീഷ്.